ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ചെയ്യുന്നത് പഴം റോസ്റ്റാണ്. അപ്പോൾ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 പഴം, 2 മുട്ട, തേങ്ങ ചിരകിയത്, അവൽ, കാഷ്യൂ നട്ട്സ്, പഞ്ചസാര, മൈദ, മഞ്ഞൾപ്പൊടി. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അതേ കടായിലേക്ക് തന്നെ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതുകൂടി ചേർക്കാം. കുറച്ച് അവൽ കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കിസ്മിസ് ഇഷ്ടമാണെങ്കിൽ അതുകൂടി ചേർക്കാം. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീഡിയം തിക്കായിരിക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ പഴം നടുവേ കീറിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുകളിലേക്ക് കൂടി നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കണം.
ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പഴം റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു ബ്രൗൺ കളറായാലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ പഴം റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പഴം റോസ്റ്റൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.